കെ.എം. ഷാജി എന്ന് പറയുന്ന ആൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവാണ്. അദ്ദേഹം പല ഡയലോഗുകളും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ വികാരപരമായി നല്ല ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളോട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൽ പല കള്ളങ്ങളുമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. ആ പുതിയ കാര്യമെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി സഹായം കിട്ടുന്ന വീടുകളുടെ മുമ്പിൽ അതിൻ്റെ എംബ്ലം വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞു വെക്കുന്നൊരു കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഷാജിക്ക് ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാവില്ല. അതായത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവനൊരു വീട് ഗവൺമെൻറ് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റിക്കർ പതിക്കണം എന്ന് പറയുന്നത് അവൻ്റെ അഭിമാനത്തിന് എത്ര ക്ഷതമുണ്ടാകും എന്നുള്ളത് ഷാജിക്കത് മനസ്സിലാകാനൊരു സാധ്യതയില്ല. കാരണം ഷാജിയുടെ വീടെന്ന് പറയുന്നത് ഏതാണ്ട് 6000 സ്ക്വയർ ഫീറ്റിനടുത്ത് 5700-6000 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വലിയ വീടാണ്. ആ വീട് മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തേക്കുന്ന ഡാറ്റ പ്രകാരം ഏതാണ്ട് 3.5-4 കോടിയിൽ താഴെ അദ്ദേഹത്തിന് അസറ്റുകളുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ അസറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു 15-20 കോടി വരും കേട്ടോ. കാരണം ഈ അസറ്റുകളിലൊക്കെ വില കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ന്യായവില ഉണ്ടല്ലോ, അതായിരിക്കും കാണിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കൂടാതെ ഗൾഫിലൊക്കെ അടക്കം നിരവധി ബിസിനസ്സുകളുണ്ട്. പിന്നെ ഇഞ്ചി കൃഷി അടക്കമുള്ള പല പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ്, നിങ്ങളെല്ലാം പറയേണ്ടത്, കട്ടിലിനടിയിൽ നിന്നാണ് കേവലം ഒരു 50 ലക്ഷം രൂപ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത് എന്നുള്ളതും നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ആ കേസിൽ നിന്നൊക്കെ അദ്ദേഹം ഊരിപ്പോന്നു, ആ പണമൊക്കെ തിരിച്ചു കിട്ടി എന്നുള്ളതൊക്കെ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതൊക്കെ ചില ഡീലുകളുടെ ഭാഗമായിട്ട് നമ്മളുടെ രാഷ്ട്രീയക്കാരൊന്നും ശിക്ഷിക്കപ്പെടാറില്ലല്ലോ, അതൊക്കെ തന്നെ തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, ഇതിന് എത്ര രൂപയാണ് ഗവൺമെൻറ് നൽകുന്നത്, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതെന്ന് അറിയാമോ? അതായത് ഇവിടെ കഴിഞ്ഞ തവണ 10 കൊല്ലങ്ങൾ കൊണ്ടിട്ട് പിണറായി സർക്കാർ നിലനിർത്തിയിട്ടുള്ള ഈ വീടുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്, വീടുകളുടെ നമ്പർ ഞാൻ ആദ്യം ഒന്ന് പറയാം. അനുമതി കിട്ടിയത് 6,04,046 വീടുകൾക്കാണ് അനുമതി കൊടുത്തത്. അതിൽ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുള്ളത് 5,364,000 വീടുകളാണ്. ആ 5,364,000 വീടുകളിൽ ഏതാണ്ട് 20,831.6 കോടി രൂപ, അതായത് 20,831 കോടി രൂപ, 60 ലക്ഷം രൂപയാണ് ചിലവ് വന്നത് കേരള ഗവൺമെൻറ്. ആ ചിലവ് വന്നതിൽ നിന്ന് കേരള ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും അവയുടെ വായ്പയും എല്ലാം കൂടി വന്നേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 88.05% എന്ന് പറഞ്ഞാൽ 18,342 രൂപ, 70 ലക്ഷം രൂപ വരും. 18,342 കോടി 70 ലക്ഷം രൂപ കേരള ഗവൺമെൻറ്റിൽ നിന്ന് ചിലവഴിച്ചേക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണോട്ടാ. അതിൽ നിന്ന് കേവലം 2,488.9 കോടി രൂപയാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് വിഹിതമായി തന്നിട്ടുള്ളത്. അത് 11.95%. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിച്ച് കളയരുത് എല്ലാ വീടുകൾക്കും കേന്ദ്ര ഗവൺമെൻറ് വിഹിതം കിട്ടിയെന്ന് വിചാരിച്ച് കളയരുത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം കിട്ടിയത് കേവലം 1,34,134 വീടുകൾക്ക് മാത്രമാണ്. അതേസമയം കേരളം മുഴുവൻ തുകയും കൊടുത്തത് 3,66,230 വീടുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. ഇനി ഓരോ വീടിനും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം എത്രയാണെന്ന് അറിയണ്ടേ? ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയാണ്, നഗരമേഖലയിൽ അത് 1,05,000 ആയിരുന്നു. ഇപ്പോൾ 1.5 ലക്ഷം രൂപയൊക്കെ കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ. ബാക്കി കേരളം കൊടുക്കുന്നത് 3.2 ലക്ഷം രൂപയാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് 80,000 രൂപയാണ്. ഇനി പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപയും സാധാരണ ആളുകൾക്ക് 4 ലക്ഷം രൂപയും ജനറൽ കാറ്റഗറിയിലാണ് ഈ പണം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം മേടിക്കാനുള്ളതിൻ്റെ 75%, 80% കാശ് കേരള ഗവൺമെൻറ് കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ 25% കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങളുടെ ഫോട്ടോ അതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഒട്ടിക്കണം, ഭാഗ്യത്തിന് കട്ടൗട്ടൊക്കെ വെക്കണമെന്നാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം ചിരിയാണ് വന്നത്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ശ്രീനാരായണ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഗ്ലാസ് ഇട്ടു, പണിയൊക്കെ പൂർത്തിയായി. അപ്പോൾ ഒരു ഡോറ് മാത്രം വെക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ ഡോർ എന്ന് പറയുന്ന ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ നടന്ന പാർട്ടി സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞാൽ ആ ഡോറ് കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് എല്ലാവരും കാണുന്നത്. ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കമ്പനിയുടെ വക സ്പോൺസേഡ് ബൈ എന്ന് പറഞ്ഞ് വലിയ അക്ഷരത്തിൽ ഇത്തരം നീളത്തിൽ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് കാണുന്ന ആരും വിചാരിക്കാൻ പോകുന്ന ആ പ്രതിമ മൊത്തമായി നിർമ്മിച്ചത് അവരാണെന്നാണ്. പക്ഷേ സത്യത്തിൽ അവർ ആ ഡോറ് മാത്രം
മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഈ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ അനീതിയാണ്, അല്പത്തരമാണ് എന്നുള്ളത്, പ്രാഞ്ചിയേട്ടൻ സ്വഭാവമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഭാഗ്യത്തിന് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരാൾ വേറൊരാൾക്ക് അയാളുടെ കിഡ്നി കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു നെറ്റിയിൽ എൻ്റെ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശപ്പെട്ട കാര്യമായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ ഇതുപോലെയുള്ള അല്പന്മാരൊക്കെ ഈ നാട്ടിലും വേറെ ഉണ്ട്. കാരണം പണ്ടൊരു ബിഷപ്പ് വീടില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ടാർപോളിൻ വിതരണം ചെയ്തിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക മാത്രമല്ല, അദ്ദേഹം അത് മറ്റേ പത്രത്തിൽ തന്നെ വാർത്തയായി കൊടുക്കാൻ പോലും ശ്രദ്ധിച്ചു. അതായത് വീടില്ലാത്ത ആളുകൾക്ക് ടാർപോളിൻ കൊടുക്കുന്നു, അവർ പാവം ടാർപോളിൻ വലിച്ചു കിട്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കാറ്റടിച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പോലും ചങ്കുറപ്പുള്ള വലിയ ബിഷപ്പുമാരൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെയുള്ള പ്രാഞ്ചിയേട്ടൻ സ്വഭാവമൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മുടെ KM ഷാജി ഇപ്പോൾ വന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഈ എംബ്ലം വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ്. ഈ പരിപാടി ഞാൻ വിചാരിച്ചിരുന്നു നേരത്തെ തന്നെ വരുമെന്ന്. കാരണം ഈ ഐഡിയ ഷാജിയുടെ എല്ലാം സ്വന്തമല്ല. കാരണം ഈ ഐഡിയ കിട്ടിയിട്ടുള്ളത് മീഡിയ വണ്ണിലെ അജിംസിൻ്റെ കയ്യിൽ നിന്നാണ്. അജിംസ് നേരത്തെ തന്നെ അവരുടെ ഒരു ചർച്ചയിൽ നിഷാദ് റാവുത്തർ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇത്തരത്തിൽ എംബ്ലോക്ക് വെക്കേണ്ടി വരില്ലേ, ഫോട്ടോ വെക്കേണ്ടി വരില്ലേ മോദിയുടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അജിംസൊക്കെ ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോൾ അതൊക്കെ മാറി, പിണറായി ആയിരുന്നപ്പോൾ മോശമാണ് അങ്ങനെ ഫോട്ടോ വെക്കണത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പിണറായി ആയിരുന്നപ്പോൾ അത് വെച്ചിട്ടില്ല കേട്ടോ, ആ കാര്യത്തിലേക്ക് ഞാൻ പറയാം. പക്ഷേ ഇത് വന്നപ്പോഴേക്കും പുള്ളി പറയുന്നത്, അജിംസ് പറയുന്നത് ഫോട്ടോയൊക്കെ വേണമെങ്കിൽ 4-5 വെച്ചോട്ടെ, അതൊക്കെയാണോ വലിയ കാര്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഴയൊരു വാർത്ത കൂടിയുണ്ട്. അതായത് മോദിയല്ല അവിടെ കലാപം നടത്തിയത് എന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അവർക്ക് മതത്തോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ തന്നെ ചെന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു കാര്യം പതിച്ചിരിക്കുന്നത് കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് അറിയണം, ഏതാണ്ട് 3 ലക്ഷത്തോളം വീടുകളിൽ ഇടതുപക്ഷം ഒറ്റക്കാണ്, അതായത് ഗവൺമെൻറ് ഒറ്റക്കാണ് പണിതിരുന്നത്. 3,66,000, 1,34,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചുരുക്കം ചില വീടുകളിൽ ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2018, 2019 കാലഘട്ടത്തിൽ നിർമ്മിച്ച വീടുകളിലാണ്. ബാക്കിയുള്ള വീടുകളുടെ പുറത്ത് നമ്മളങ്ങനെ വെക്കാൻ പറ്റില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് തീരുമാനമെടുത്തിരുന്നു. 2018 മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ വെക്കണം, വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിബന്ധന വെച്ചിരുന്നു. പക്ഷെ അതുപോലും പെർമനൻ്റായി വെക്കണം എന്നുള്ളതല്ല. പക്ഷേ 2024, 2025 ആയപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ബ്രാൻഡിങ് അവിടെ നടത്തിയേ തീരുമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ ബ്രാൻഡിങ് നടത്തുന്ന ഒരു MOU, നേരത്തെ അങ്ങനെ MOU ഉണ്ടായില്ല, MOU ഒപ്പിടാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കൂടാതെ പിണറായി അതൊരിക്കലും ബ്രാൻഡാക്കി വെച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പിണറായി വിജയൻ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ ഫോട്ടോ വെക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം, അതായത് ലൈഫ് മിഷൻ വീടുകൾ ഞങ്ങൾ ഇത്രയും കൊടുത്തു എന്ന് ഹോർഡിംഗ് വെക്കുന്നത് പോലും മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM-നെതിരെ പ്രചരണം നടത്തിയിട്ടുള്ളത്. ആ പ്രചരണം നടത്തിയവരുടെ വലിയ തന്ത്രം നിങ്ങൾ കാണണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞാൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൻ്റെ പേരെന്ന് പറയുന്നത് തഞ്ചത്തിൽ തിരുത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡിബേറ്റ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ KM ഷാജിക്കെതിരെയുള്ളൊരു കാര്യമാണെന്ന് തോന്നും. പക്ഷേ അതിലേക്ക് വിളിച്ചിരുത്തിയ ആളുകളെന്ന് പറയുന്നത് ഒന്ന് CPM-ൻ്റെ നേതാവായിട്ടുള്ള VPP മുസ്തഫയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിരുന്നു കാസർഗോഡ് നിന്നുള്ള. പിന്നെ അഡ്വക്കേറ്റ് ഷിബു മീരാനെയാണ് വിളിച്ചിരുത്തിയത്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. പിന്നെ വിളിച്ചിരുത്തിയത് ജോർജ് പൊടിപ്പാറയാണ്. ജോർജ് പൊടിപ്പാറ നമുക്കറിയാമല്ലോ, കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ് നിരീക്ഷകനാണ്, പക്ഷേ മാധ്യമപ്രവർത്തകനാണ്. കൂടാതെ KC ജ്യോതിർ ഘോഷ് എന്ന് പറയുന്ന ഒരാളെ കൂടി പിടിച്ചിരുത്തി. അദ്ദേഹത്തെ എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ അദ്ദേഹവും വന്നിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഈ ചർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ ആടിനെ പട്ടിയാക്കാം എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് നടന്നത്. ആ ചർച്ച നിങ്ങളൊക്കെ ഞാൻ കേൾപ്പിക്കുന്നില്ല, കാരണം അത് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയാം. അതിൽ VPP മുസ്തഫ വളരെ ഗംഭീരമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്തു. വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതിപക്ഷ സ്വരമായിരുന്നു. അതിൽ ഷിബു മീരാനും അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിച്ചു. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വിടാം. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ജ്യോതിർ ഘോഷ് പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെയൊരു ബ്രാൻഡിങ് ചെയ്യുന്നത് മോശമാണ്, അത് വൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ PMAY പദ്ധതിയുടെ ഭാഗമായി വലിയ കളവുകൾ നടക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് വീടുകൾ പോലും കിട്ടുന്നില്ല.
അപ്പോൾ അങ്ങനെ വീടുകൾ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. ഒന്ന്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അഭിമാനമാണോ വലുത് വീടാണോ വലുത് എന്ന് ചോദിച്ചാൽ ആളുകൾ വീട് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ തന്നെ വളരെ ശ്രമയോടുകൂടി സ്മൃതി പരുത്തിക്കാട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ പാവപ്പെട്ട ആളുകൾ മഴയും വെയിലത്തുമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വീടില്ലാതിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു വീട് കിട്ടിയാൽ വീടങ്ങ് എടുക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു ബ്രാൻഡിങ്ങിൻ്റെ പേരിലും അതുപോലെ വീടിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു സ്റ്റിക്കറിൻ്റെ പേരിലൊക്കെ വാശി പിടിച്ച് അവർക്കുള്ള വീട് കൂടി കളയണോ എന്നുള്ളതാണ് ജ്യോതിർ ഘോഷ് ചോദിച്ചിരുന്നൊരു കാര്യം. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ എൻ്റെ ഉത്തരത്തിലേക്ക് വരട്ടെ, അപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് പൊടിപാറ പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ കൾപ്രിറ്റ് എന്ന് പറയുന്നത് KM ഷാജി ഒന്നുമല്ല, പകരം ഇതിൻ്റെ ഏറ്റവും വലിയ കൾപ്രിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവരുടെ പ്രാഞ്ചിയേട്ടൻ മനോഭാവമാണ്. അവർ ഈ പണി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് ഒന്നുമല്ലല്ലോ, അതിന് ചോദ്യം എന്തായിരുന്നു? ചോദ്യം സ്മൃതി പരുത്തിക്കാട് അറിയേണ്ടത് തഞ്ചത്തിൽ മാറിയോ എന്നുള്ളതാണ്. ആര് മാറി? KM ഷാജി മാറിയില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ജ്യോതിർ ഘോഷിനോടും അതുപോലെ തന്നെ പൊടിപാറയോടും അതേപോലെ തന്നെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഷിബു മീരാനോടുമുണ്ട്. ഷിബു മീരാനൊക്കെ ഇന്നലത്തെ ചർച്ചയിൽ ഈസി ആയിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയി. പക്ഷേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? KM ഷാജി പറയുന്നത് പറഞ്ഞ കാര്യം എന്താ? ആ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാൻഡിങ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, അവിടെ സ്റ്റിക്കർ വെക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് ഷാജി പറഞ്ഞത്. അതാണ് പ്രശ്നം. KM ഷാജി പറയേണ്ടിയിരുന്നൊരു കാര്യം എന്താണ്? KM ഷാജി പറയേണ്ടിയിരുന്നൊരു കാര്യം, സ്മൃതി പരുത്തിക്കാട് അവിടെ ചോദിക്കേണ്ടിയിരുന്നൊരു കാര്യം, KM ഷാജി പറയുകയാണ് നമ്മളോട്, ശരിയാണ്, നമുക്ക് ഈ പറയുന്ന 2000-2500 കോടി രൂപയാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മളിവിടെയുള്ള ഒരു 10,000 പേർക്ക് വീട് കിട്ടാൻ അത് സഹായിക്കുമെങ്കിൽ നമ്മളത് മേടിക്കും. പക്ഷേ ഈ സ്റ്റിക്കർ നമ്മൾ നമ്മുടെ ഗതികേട് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും വെക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ KM ഷാജി പറയുന്നത് അദ്ദേഹം നരേന്ദ്രമോദിയെ ന്യായീകരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുകയാണ്. കൂടാതെ ഇതിന് എതിർപ്പ് പറയുന്നവരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതൊരു അൺഹെൽത്തി ഡിസ്കഷനാണ്, ഡിബേറ്റാണ്, ഞങ്ങളതിനില്ലെന്നാണ്. അത് മുസ്ലിം ലീഗിൻ്റെ നയമാണോ എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. ജ്യോതിർ ഘോഷ് പറഞ്ഞതുപോലെ ഇത് ചിലപ്പോൾ ഇവിടെ അനിവാര്യമാണ്, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പൊടിപാറ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ കൾപ്രിറ്റ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതെല്ലാം ശരിയാണെന്നേ, ഇതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല സ്മൃതി, ഇതിലൊന്നും ആർക്കും ഇവിടെ തർക്കമില്ല. ഈ ഷിബു മീരാനൊക്കെ ഇരുന്ന് മറ്റേ വലിയ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, അദ്ദേഹം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ എൻ്റെ ചോദ്യം, ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം, ഇതിനെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? ഇത് തെറ്റാണ്, ഈ ബ്രാൻഡിങ് വെക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് തെറ്റാണ്. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ ഗതികേടുകൊണ്ട് നമുക്ക് വെക്കേണ്ടി വരികയാണ്. ഇത് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും എന്നുള്ളത് പറയണ്ടേ? ഇനി അത് പറയാൻ കേരള ഗവൺമെൻറ് എന്താ പറ്റാത്തത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ ഒരു ബ്രാൻഡിങ്ങിനും ഞങ്ങൾ തയ്യാറല്ല, അതിൻ്റെ MOU ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറല്ല. പകരം അവർക്ക് വീടുകൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, ശ്രദ്ധിച്ചു കേൾക്കണം, അവർക്ക് വീടുകൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയുന്ന നിലപാടിനാണോ കയ്യടി വേണ്ടത്? അതോ KM ഷാജി പറയുന്ന ഈ അഴകുഴമ്പൻ നിലപാടിനാണോ കയ്യടി വേണ്ടത്? KM ഷാജി പറയാണ്, നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് നമുക്ക് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കിത് മേടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതുപോലുമല്ല പറയുന്നത്. ഈ ബ്രാൻഡിങ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന നിലപാടിന് നിങ്ങളെന്ത് മറുപടി പറയും? ഒന്ന് പറഞ്ഞേ. നമ്മുടെ പുതിയ ചാനലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ ചാനലിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് നമ്മൾ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ്, വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. അപ്പോൾ ആ ചാനലിൽ ഒരു പുതിയ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. ആ പുതിയ പോഡ്കാസ്റ്റിൻ്റെ തംബ്നെയിൽ ഇതാണ്: KCയെ വെട്ടി ലീഗിനെ കൂട്ടി, KC വേണുഗോപാലിനെ വെട്ടി ലീഗിനെ കൂട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഞെട്ടിക്കുന്ന കോടീശ്വരൻ എന്നാണ്. അത് നമ്മൾ ഇട്ട് പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്ത് ഏതാണ്ട് 24 മണിക്കൂറാകുമ്പോഴേക്കും തന്നെ 62,000-ലധികം പേർ കണ്ടിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് നിങ്ങൾ അത്തരത്തിൽ സ്വീകരിച്ചതിൽ. 50 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. അഭൂതപൂർവമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും വെച്ച് എടുക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. മറ്റു പല തിരക്കുകൾ കൊണ്ട് ഇപ്പോൾ ആദ്യത്തെ പോഡ്കാസ്റ്റിന് ശേഷം 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് ഇടാൻ കഴിയുന്നത്. കൂടാതെ ഈ പോഡ്കാസ്റ്റൊക്കെ എടുക്കൽ കുറച്ചുകൂടി
എക്സ്പെൻസീവായ കുറച്ചുകൂടി അധ്വാനം വേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചാനലിനകത്ത്. ആ മെമ്പർഷിപ്പുകളിൽ ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഏതെങ്കിലും മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പുകൾ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന സാധാരണ നിങ്ങൾക്ക് കാണുന്ന ചാനൽ പോലെ തന്നെ കാണാൻ പറ്റുള്ളൂ. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത്, ഇനി അതല്ല നേരിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്തവരും നിങ്ങളതോർത്ത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോകൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക. വിമർശനങ്ങളാണെങ്കിലും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ പോഡ്കാസ്റ്റ് കാണാൻ മറക്കരുത്. കേരളത്തിൽ എങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്, കോൺഗ്രസിനകത്ത് പോലും ഒരു പിന്തുണയില്ലാതിരുന്നിട്ടും പാർലമെൻ്ററി പാർട്ടിയിൽ ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണ മാത്രമുണ്ടായിട്ടും ഹൈക്കമാൻഡിന് താല്പര്യമില്ലാതിരുന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് പോലും ഇഷ്ടമില്ലാതിരുന്നിട്ടും എങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്, അതിൻ്റെ പിന്നിലുള്ള കോർപ്പറേറ്റ് ഭീകരനാരാണ് എന്നുള്ളത് ഈ കേരളത്തോട് ഇതുവരെ ആരും പറയാത്ത ഞെട്ടിക്കുന്ന ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കഥ നിങ്ങൾ കേൾക്കാതെ പോകരുത്, വലിയ നഷ്ടമാകും. ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.